ഹലോ, ഗാനഭൂഷൺ ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. ഗാനഭൂഷണം സതീഷ് കൊച്ചിനില്ലേ? ആ ഉണ്ട്, വിളിക്കാം. സതീഷ് ഇല്ല, പിന്നെ വയറ്റിളക്കം പിടിച്ച് കിടക്കുക. ഇന്ന് ഒരുപാട് പ്രാവശ്യമായി. ആരാ സംസാരിക്കുന്നത്? അതെ, ഞാൻ സതീഷ് ഏട്ടനോട് പറഞ്ഞോളാം. അത് അവൻ കക്കൂസിലായിരുന്നു. ഹലോ, സതീഷ് ഏട്ടനാ? അതെ. ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്നാ. പിന്നെ എന്തോ? അതെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഒന്നല്ല, 1000 കാര്യം വേണമെങ്കിലും പറഞ്ഞോളൂ. ശബ്ദോ, അത് പിന്നെ ഇവിടെ വേറൊരു ഫോൺ വന്നതാ. സതീഷ് നിന്റെ വൈഫ് വിളിച്ചിരുന്നു. വൈഫോ? അയ്യോ, ഞാൻ മേരടല്ല. കുട്ടി പറഞ്ഞോളൂ. ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല, നേരിട്ട് പറയാം. വൈകിട്ട് 5 മണിക്ക് സെമിത്തേരിയുടെ മുമ്പില് വരുവോ? സെമിത്തേരി വേറെ എവിടെയെങ്കിലും പോരെ? എന്താ പേടിയാ? പേടിയോ? അയ്യോ, അതെന്താന്ന് പോലും എനിക്കറിയില്ല. ഇവൻ ഭയങ്കര പേടിത്തൂറിയാ. അത് ഏതോരത്തിലൂടെ വിറ്റടിച്ചതാ. അപ്പോ 5 o'clock അല്ലേ? ഓക്കെ, താങ്ക് യു. ഉമ്മയല്ല, ബാപ്പ. ഉമ്മ. അയ്യേ, എന്തേ ഉമ്മ? ഒരുത്തിന്റെ കാര്യം ഓക്കെ. ആരാ അത്? ഒരു പെണ്ണ് കണ്ടാൽ ജൂഹി ചവളയെ പോലിരിക്കും. എടാ, ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നിന്റെ ഈ ഉയരവും തൊലിവെളുപ്പും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പൗരുഷം വേണം. അതിലെ ഗേൾസ് വീഴൂ. നീ എത്ര കാലമായിട്ട് ഓരോ പെൺകുട്ടികളെ പുറകെ നടക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, സതീഷ് ഏട്ടാ സതീഷ് ഏട്ടാ എന്ന് വിളിച്ച് ഗേൾസ് മുഴുവൻ എന്റെ പിന്നാലെ നടക്കുന്നത്. അതാണ് പൗരുഷം. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. ഇപ്പൊ വിളിച്ചാരടാ? ഒന്നും മറക്കാറായിട്ടില്ല. ആരാന്ന് നീ അറിയുകയും വേണ്ട. പാര വെച്ച് തട്ടിയെടുക്കാനല്ലേ? അതിന് നീ പണ്ടേ എടുക്കണ. സോറി കേട്ടോ, സംസാരിച്ചിരിക്കാൻ ടൈമില്ല. ബൈ ദ ബൈ, ഇവിടെ ഈ ജെൻസിന്റെ ബ്യൂട്ടി പാർലർ എവിടെ ഉള്ളത്? സർക്കസിൽ കരടിക്ക് മേക്കപ്പ് ചെയ്യുന്ന വേലായുധം മതിയാവോ? അസൂയയ്ക്ക് മരുന്നില്ലടാ. വേണ്ട, ഞാൻ അറ്റൻഡ് ചെയ്തോളാം. അതെ, ഗാനഭൂഷണം സതീഷ് ഏട്ടൻ സ്പീക്കിംഗ്. ഗിരീഷ് ഏട്ടനില്ലേ? ഗിരീഷോ? അവനോടില്ല. അവന് എന്റെ ഡ്രസ്സ് മുഴുവൻ അലക്കി കഴിഞ്ഞപ്പോ ഞാൻ അവനെ മീൻ വാങ്ങിക്കാൻ മാർക്കറ്റിലേക്ക് വിട്ടിരിക്കും. ഹലോ, ഗാനഭൂഷൺ ഗിരീഷ് കൊച്ചിൻ ഹിയർ. ഗിരീഷ് ഏട്ടാ, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു എന്നറിയോ? എപ്പോ വിളിച്ചാലും മറ്റേ ആള് ചേട്ടൻ ഇല്ലാന്ന് പറയും. അതെന്താ അങ്ങനെ ചേട്ടാ? അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. കുട്ടി പറഞ്ഞോളൂ. അത് ഞാൻ നേരിട്ട് പറയാം. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തേവര പാലത്തിന്റെ മുകളിൽ വരുമോ ചേട്ടാ? ഇഷ്ടമാണെങ്കിൽ മാത്രം വന്നാ മതി കേട്ടോ. ഇഷ്ടമാണ്, ഇഷ്ടമാണ്. കൊച്ചു കള്ളി. അപ്പൊ നേരിട്ട് കാണാം, പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ. അയ്യടാ, അവന്റെ കാര്യവും ഓക്കെ. നട്ടുച്ചയ്ക്ക് പൊരുവെയിലത്ത് വരാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ കുട്ടി? വല്ല പാർക്കിലോ ബീച്ചിലോ മറ്റായിരുന്നെങ്കിൽ.